السلام عليكم ورحمة الله. كيف حالكم وشخباركم وعساكم طيبين؟ أحباء المشتركين والمشاهدين، مرحبا بكم إلى قناتي تعلم العربية مع فيزي. ലേൺ അറബിക് വിത്ത് ഫൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, വീഡിയോകൾ മുൻപ് ഞാൻ ഷെയർ ചെയ്തതുപോലെ ഒരു തുടർച്ചയായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ശരി, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്, ചൂടിനോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് നിന്ന് നേരെ റൂമിലേക്ക് എത്തുക, പെട്ടെന്ന് എത്തുക, പിന്നെ ആ റൂമിൽ തന്നെ കഴിയുക, അതിനുശേഷം അടുത്ത ജോലി സമയത്ത് പുറത്തേക്ക് ഇറങ്ങി നേരെ ജോലിക്ക് പോവുക. ഈ രൂപത്തിലാണ് ഇപ്പോൾ നമുക്ക് സാധിക്കുന്നുള്ളൂ. കാരണം റൂമിൽ നിന്ന് പുറത്തിറങ്ങി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ ആകെ വിയർത്ത് കുളിച്ച് വല്ലാത്ത സീനാവും. ഓക്കെ, അതുകൊണ്ടാണ് മുൻപത്തെ പോലെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് ലേശം ചൂട് കുറവുണ്ട്, അതുകൊണ്ടാണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സാണ്. അറബിയിൽ എങ്ങനെ നമുക്ക് നമ്പറുകൾ പറയാം. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ ക്യാഷുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് 2 അക്കങ്ങൾ 3 അക്കങ്ങൾ 4 അക്കങ്ങളൊക്കെ വരുമ്പോൾ അതെങ്ങനെ അറബികളോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അറബി രാജ്യങ്ങളിലേക്ക് പുതുതായിട്ട് ജോലി ചെയ്യാൻ വരുന്ന പല ആളുകൾക്കും 1 മുതൽ 10 വരെ എങ്ങനെയെങ്കിലൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ കൃത്യമായ രൂപത്തിൽ അതൊരു വീഡിയോ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ പല രൂപത്തിൽ റിക്വസ്റ്റുകൾ വന്നതിന് അനുസരിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3-4 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്പുകൾ 3-4 ഉണ്ടെങ്കിലും വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കറിയാവുന്നതുകൊണ്ട്, അതായത് 1 മുതൽ 10 വരെ നമുക്കറിയാവുന്നത് കൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാം, ആ നമ്പർ കണ്ട് പഠിച്ചു കളയാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 1 മുതൽ 10 വരെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അവിടെ മുതൽ തന്നെ നമുക്ക് ജസ്റ്റ് ആ ബേസിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മുമ്പ് 1-ന് മുമ്പ് 0 ഉണ്ട് അല്ലേ. അപ്പോൾ 0 മുതൽ നമുക്ക് 10 വരെ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. 0-ന് സൊഫർ എന്നാണ് പറയാം. സൊഫർ എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, സൊഫർ 0. ശരി, ആ 0 അറബിയിൽ എഴുതുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇവിടെ കാണാം, അറബിയിൽ എഴുതുന്നത് ഒരു കുത്താണ്. ഓക്കെ, നമ്മൾ സാധാരണ ഇതൊരു വട്ടമാണെങ്കിൽ അറബിയിൽ അതൊരു കുത്താണ്. അപ്പോൾ ഈ നമ്പർ പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ എഴുത്തിൻ്റെ രീതി കൂടി നമ്മൾ പഠിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ 0 നമ്മൾ വട്ടം എഴുതും, അറബിയിൽ ഒരു കുത്താണ്. ശരി, ഇനി 1 എന്താണ് പറയുക? നമുക്കറിയാം വാഹിദ് എന്നാണ് പറയുക. വാഹിദ് എന്നാണ്, ഒരു വാഹിദ് എന്നൊക്കെ സംസാരത്തിലേക്ക് ഇത് വരും. ഓക്കെ, വാഹിദ് അല്ലെങ്കിൽ വാഹിദ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1 നമ്മൾ എഴുതുമ്പോൾ നേരെയാണ് എഴുതുക, പക്ഷെ അറബിയിൽ എഴുതുമ്പോൾ ചെറിയൊരു വളവുണ്ടാകും. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നതാണ് എങ്ങനെയാണ് 1 അറബിയിൽ ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1-ന് എന്താ പറയുക? വാഹിദ്. ശരി, രണ്ടാമത്തേത് 2 എന്നുള്ളതിന് എന്താണ്? ഇസ്നൈൻ എന്നാണ് പറയാം. ഇസ്നൈൻ. ഓക്കെ, അപ്പോൾ പലരും പറയുന്നതാണ് ഇത്നൈൻ എന്നാണ് പറയാം. ഇത്നൈൻ. ഓക്കെ, ഇത്നൈൻ എന്നല്ല ശരിക്കും പറയുക, ഇസ്നൈൻ. സ എന്നുള്ളതാണ്. സ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ തുമ്പ് എന്ത് ചെയ്യുക, മുമ്പത്തെ 2 വരി പല്ലിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരിക. ഇസ്നൈൻ. ഓക്കെ, ഇസ്നൈൻ. ഈ 2-ന് നമ്മൾ എങ്ങനെയാണ് അറബിയിൽ എഴുതുക? അറബിയിൽ എഴുതുമ്പോൾ എന്താണ്, ആദ്യം ഒരു നമ്മൾ എഴുതുന്ന ചന്ദ്രക്കല ഉണ്ടല്ലോ, ആദ്യം ഒരു ചന്ദ്രക്കല എഴുതിയിട്ട് താഴേക്കൊരു വര. ഓക്കെ, ചന്ദ്രക്കല എഴുതിയിട്ട് താഴേക്കൊരു വര ഇട്ടാൽ അറബിയിലെ 2ആയി. ഓക്കെ, ആദ്യം ചന്ദ്രക്കല എഴുതി താഴേക്ക് വര. ഓക്കെ, അപ്പോൾ എന്തായി? 2ആയി. ശരി, ഇനി 3-ന് എന്താണ് പറയുക? 3-ന് സലാസ എന്നാണ് പറയുക. തലാത്ത എന്ന് പറയാറുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? സലാസ. സ എന്ന ലെറ്റർ തന്നെ ഇസ്നൈൻ എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച അതേ സായാണ് സലാസ. ഈ സലാസ എങ്ങനെയാണ് എഴുതുക? നേരത്തെ 2 എഴുതാൻ വേണ്ടി നമ്മൾ ഒരു ചന്ദ്രക്കല ഇട്ടിട്ട് താഴേക്കാണ് വരച്ചത്. 3 എഴുതുമ്പോൾ 2 ചന്ദ്രക്കല ഒരുമിച്ച്. അല്ലെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിന് എന്താണ്? മലയാളത്തിലെ ധ എന്ന അക്ഷരം ഉണ്ടല്ലോ, തിരിച്ചിട്ടത്. ഓക്കെ, മേലേക്കിട്ടത്. ഓക്കെ, ആ എഴുതിയിട്ട് അതിനോട് ചേർന്ന് ഒരു വര താഴേക്കിട്ടാൽ എന്തായി? അറബിയിലെ 3ആയി. ഓക്കെ, ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേനൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാൻ മതി. എഴുതുക, അതോട് ചേർന്നിട്ട് തന്നെ താഴേക്കൊരു വരയും ഇട്ടാൽ അറബിയിലെ 3ആയി. എന്താണ്? സലാസ. ഓക്കെ, ഇനി അടുത്തത് 4ആണ്. 4-ന് എന്താണ് പറയുക? അർബ എന്നാണ്. അർബ എന്ന് പറഞ്ഞാൽ 4. ഈ 4 എങ്ങനെയാണ് എഴുതുക? 4ഉം നിങ്ങൾ ആ തന്നെ മനസ്സിൽ വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ 3 എഴുതുമല്ലോ അല്ലേ, ആ 3-നെ തിരിച്ചിട്ടാൽ എന്തായി? അറബിയിലെ 4ആയി. ഓക്കെ, നമ്മൾ എഴുതുന്ന 3 നമ്മൾ ഇങ്ങനെയാണ് 3 എഴുതുക, അത് തിരിച്ചിട്ടാൽ എന്തായി? അറബിയിലെ 4ആയി. ഓക്കെ, അറബിയിലെ 4 എങ്ങനെയാണ്? അർബാക്ക് എങ്ങനെയാണ് എഴുതുക?
ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ശരി. ഇനി അഞ്ചിനെന്താണ്? ഹംസ എന്നാണ് പറയുക. ഹംസ എന്നുള്ളത് പിന്നെ ഞാനതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്ന് ഓർമ്മയിരിക്കാൻ പറയാം. ഈ ഹിന്ദിക്കാരുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ ബംഗാളികൾ ഉണ്ടാക്കുന്ന സമൂസ കണ്ടിട്ടുണ്ടോ അല്ലേ? ഇങ്ങനെ കോണിച്ചിരിക്കുന്ന ഒരു സമൂസ അല്ലേ? ആ സമൂസ അതേ ഒരു ഷേപ്പാണ് അറബിയിലെ 5. ഓക്കെ, അത് മുകളിൽ നിന്ന് തുടങ്ങിക്കോ, ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ എഴുതി തിരിച്ചിട്ടാൽ എന്തായി? ആ അതേ പൊസിഷനിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ അറബിയിലെ 5 ഹംസയായി. ഓക്കെ, ഇനി അടുത്തത് സിത്തയാണ്. സിത്ത എന്ന് പറഞ്ഞാൽ 6. അറബിയിൽ 6 സിത്ത. നമ്മൾ 2 എഴുതി ഓർക്കുന്നുണ്ടല്ലോ, ഒരു ചന്ദ്രക്കല വരച്ചിട്ട് താഴേക്ക്. അത് നേരെ ഓപ്പോസിറ്റിലേക്ക് ഇട്ടാൽ എന്തായി? 6. ഓക്കെ, 2 തിരിച്ചിട്ടാൽ ഓക്കെ, അതായത് ആ ചന്ദ്രക്കല ഇപ്പുറത്തേക്ക് ഇട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി? അറബിയിലെ 6. ഓക്കെ, വളരെ എളുപ്പമല്ലേ? ശരി. ഇനി അടുത്തത് 7, 8. അത് ഞാൻ ഒരുമിച്ച് പറയാൻ കാരണം അത് വളരെ റിലേറ്റഡ് ആണ്. ഓക്കെ, 7 സബ്അ എന്നാണ് പറയുക, അറിയാലോ? 7 സബ്അ. ഓക്കെ, സബ്അ എഴുതുന്നത് നമ്മളെ വി ഫോം രൂപത്തിലാണ്. നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററിലെ വി എങ്ങനെയാണ് എഴുതുക, ആ അതേ രൂപമാണ് അറബിയിലെ സബ്അ. ഓക്കെ, സബ്അ നമ്മൾ വി ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സബ്അ. ഇനി അടുത്തത് സമാനി. എന്താണ്? നമ്മൾ എങ്ങനെയാണോ വി എഴുതിയത് അതിനെ ഉൾട്ടയാക്കുക. ഓക്കെ, ഉൾട്ടയാക്കി എഴുതി കഴിഞ്ഞാൽ അറബിയിലെ 8 സമാനിയായി. അപ്പോൾ സബ്അ സമാനിയ. സബ്അ എന്ന് പറഞ്ഞാൽ 7, സമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, സമാനിയ. ഓക്കെ, ഇനി അടുത്തത് തിസ്അ, അതായത് 9. തിസ്അ എന്ന് പറഞ്ഞാൽ 9. അത് 9 നമ്മൾ എഴുതുന്ന 9ഉം അറബിയിൽ 9ഉം ഏകദേശം സെയിം ആണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമ്മൾ സാധാരണ എഴുതുമ്പോൾ 9ന് ഒരു വലിയ വട്ടമാണ്, അത് ചെറിയ വട്ടമായിട്ട് താഴേക്ക് വരയിട്ടാൽ അറബിയിലെ 9 വളരെ സിമ്പിൾ അല്ലേ? ശരി. ഇനി 10ആണ്. 10 1ഉം 0 ചേരുമ്പോഴാണല്ലോ 10. നമ്മൾ 1ഉം പഠിച്ചിട്ടുണ്ട്, പിന്നെ 0ഉം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ എന്തായി? 10. ആദ്യം 1 ഇടാം, ഒരു കുത്തും കൂടി ഇട്ടാൽ എന്തായി? 10. ഓക്കെ, അപ്പോൾ 0 മുതൽ 10 വരെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്തത് 11 മുതൽ 19 വരെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 0 മുതൽ 10 വരെ നമ്മൾ എഴുതാനും അത് പറയാനും പഠിച്ചതുകൊണ്ട് നമുക്ക് ഇനിയുള്ളതൊക്കെ എഴുത്ത് നമുക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, പറയുമ്പോൾ മാത്രം ചെറുതായിട്ടും ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ മുതൽ 11 മുതൽ 19 വരെ. ഓക്കെ, അപ്പോൾ 11 നമ്മൾ അറബിയിൽ ശരിക്ക് പറയുക അഹദ അഷറ എന്നാണ്. ഓക്കെ, അഹദ അഷറ എന്നാണ് ശരിക്ക് അറബിയിൽ പറയുക. ശരി, സംസാരത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി കട്ട് ഷോർട്ട് ആവും. ഇഹ്ദാഷ് എന്നാണ് പറയുക. എന്താണ്? ഇഹ്ദാഷ്. ഇഹ്ദാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11. എന്താണ്? ഇഹ്ദാഷ്. ഓക്കെ, ഇനി 12 എന്താണ് പറയാ? 12 ഇസ്നാഷ് എന്നാണ് പറയാ. ഇസ്നാഷ് എന്ന് പറഞ്ഞാൽ 12. ഇഹ്ദാഷ് 11, ഇസ്നാഷ് 12. ഓക്കെ, ഇനി ഇതേ ഒരു ഫോർമാറ്റിലാണ് 13 മുതൽ 19 വരെ നമ്മൾ പറയാ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. 3 എന്താണ്? സലാസ്. അപ്പോൾ 13 എന്ന് പറയുമ്പോൾ സലാസ്താഷ് എന്ന് പറഞ്ഞാൽ മതി. സലാസ്താഷ് എന്ന് പറഞ്ഞാൽ 13. ഓക്കെ, 14 അർബഅതാഷ്. 14. ഓക്കെ, അർബഅതാഷ് 14. 15 വരുമ്പോൾ ഹംസ്താഷ് എന്നാണ് പറയുക. ഹംസ്താഷ്. ഓക്കെ, 16 സിത്താഷ്. ഓക്കെ, സിത്ത അഷറ എന്നുള്ളത് എന്തായി? സിത്താഷ്. ഇനി 17 സബഅതാഷ്. 17. ശരി, 18 സമാൻതാഷ്. 18. ഓക്കെ, സമാൻതാഷ് 18. ഇനി 19 തിസ്അതാഷ്. 19 തിസ്അതാഷ്. ഓക്കെ, അപ്പോൾ ഇഹ്ദാഷ് 11, ഇസ്നാഷ് 12, സലാസ്താഷ് 13, അർബഅതാഷ് 14, ഹംസ്താഷ് 15, സിത്താഷ് 16, സബഅതാഷ് 17, സമാൻതാഷ് 18, തിസ്അതാഷ് 19. ഓക്കെ, അപ്പോൾ സഫർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ 10 11, 12, 13, 14, 15, 16, 17, 18, 19. ഓക്കെ, അപ്പോൾ 0 മുതൽ 9 വരെ ഉള്ളത് നമ്മൾ മനസ്സിലായി. 0ന് സഫർ എന്നാണ് പറയുക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 20 മുതൽ 90 വരെ.
20, 30, 40, 50, 60, 70, 80, 90. ഇതിന് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അതിനുശേഷം 21 to 99 വരെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 20 മുതൽ 90 വരെ പറയാൻ വളരെ എളുപ്പമാണ്. അതിൽ 20 നമുക്ക് എക്സ്ട്രാ നമുക്കൊന്ന് പഠിക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാം ഒരു സെയിം പാറ്റേണിൽ പോകുന്നൊരു കാര്യമാണ്. അതായത് എല്ലാത്തിൻ്റെ അവസാനം നമുക്ക് 30 എന്ന് പറയുമ്പോൾ എന്താണ് 3 10 30. അപ്പോൾ ആ 3ൻ്റെ കൂടെ ഒരു ഈൻ എന്ന സൗണ്ട് 3 മുതൽ 9 വരെയുള്ളതിൻ്റെ കൂടെ ഒരു ഈൻ എന്നുള്ള സൗണ്ട് ചേർത്ത് കൊടുത്താൽ ഈ പറഞ്ഞ പോലെ 30, 40, 50 മുതൽ 90 വരെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. 20 ഐശ്വരീൻ എന്നാണ് പറയുക. ഐശ്വരീൻ 20 എന്താ പറയുക? ഐശ്വരീൻ. അത് ആശ്വരീൻ എന്നും പറയുന്നവരുണ്ട്. ഓക്കെ. ഐശ്വരീൻ അല്ലെങ്കിൽ ആശ്വരീൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. ഒന്ന് പറഞ്ഞു നോക്കി. ഐശ്വരീൻ അല്ലെങ്കിൽ ആശ്വരീൻ 20. ശരി. ഇനി 30 നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? 30 3 എന്നുള്ളതിന് എന്താ പറയുക? സലാസ. ഓക്കെ. സലാസയുടെ കൂടെ ഒരു ഈൻ ഒന്ന് സൗണ്ട് ഒന്ന് ചേർത്ത് കൊടുത്തേ. സലാസീൻ എന്തായി? 30 എന്താണ്? സലാസീൻ. ഓക്കെ. ഇനി 40 4 എന്താണ് പറയുക? അർബ. ആ അർബയുടെ കൂടെ ഒരു ഈൻ ചേർത്ത് കൊടുക്ക്. അർബഈൻ. അർബഈൻ എന്തായി? 40. അപ്പോൾ സലാസീൻ 30, അർബഈൻ 40. ഓക്കെ. ഇനി 50 ഹംസ എന്ന് പറഞ്ഞാൽ പിന്നെ 5 അതിൻ്റെ കൂടെ ഈൻ ചേർത്ത് കൊടുക്കുക. ഹംസീൻ എന്ന് പറഞ്ഞാൽ 50 ഹംസീൻ. അപ്പോൾ സലാസീൻ, അർബഈൻ, ഹംസീൻ. സലാസീൻ 30, അർബഈൻ 40, ഹംസീൻ 50, ഇശ്രീൻ 20. ഓക്കെ. ഇനി 60 6 എന്താ പറയുക? സിത്ത. അതിൻ്റെ കൂടെ ഈൻ ചേർക്ക്. സിത്തീൻ. സിത്തീൻ എന്ന് പറഞ്ഞാൽ 60. ഓക്കെ. ഇനി 70 എന്താണ്? സബ. സബയുടെ കൂടെ ഈൻ ചേർക്ക്. സബഈൻ. സബഈൻ. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി 80 എന്താണ്? സമാൻ. സമാനിയ എന്ന് പറയാം. ഓക്കെ. അതിൻ്റെ കൂടെ ഈൻ ചേർക്ക്. സമാനീൻ ചേർക്ക്. സമാനീൻ. ഓക്കെ. സമാനീൻ. ഇനി 90 9 എന്താ പറയുക? തിസ്. അതിൻ്റെ കൂടെ ഈൻ ചേർക്ക്. തിസ്ഈൻ. എന്താണ്? തിസ്ഈൻ. ഓക്കെ. അപ്പോൾ ഐശ്വരീൻ, സലാസീൻ, അർബഈൻ, ഹംസീൻ, സിത്തീൻ, സബഈൻ, സമാനീൻ, തിസ്ഈൻ. അടുത്തത് അതായത് 100 മിയ എന്നാണ് പറയുക. മി അ എന്നാണ് ശരിക്കും. മി അ അത് സംസാരിച്ച് വരുമ്പോൾ മിയ എന്നാവും. മിയ. ഓക്കെ. മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. എന്താണ്? മിയ എന്ന് പറഞ്ഞാൽ 100. ഓക്കെ. അപ്പോൾ 0 മുതൽ 19 വരെ പഠിച്ചു. അതുപോലെ തന്നെ 20 മുതൽ 90 വരെ, 20 മുതൽ ശരിക്കും 100 വരെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? 21 മുതൽ 99 വരെയാണ്. ഇനി അത് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. ഇനി 21 മുതൽ 99 വരെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഞാൻ അധികം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു 1-2 ഉദാഹരണങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുള്ളൂ. ശരി. അതിന് നമുക്ക് 1 മുതൽ 9 വരെ അറിയാലോ. 1 മുതൽ 9 വരെ അറിയാം. അതേപോലെ തന്നെ 20, 30, 40, 50, 60, 70, 80, 90 ഇതും പറയാൻ അറിയാലോ. ശരി. ഓക്കെ. അപ്പോൾ ആകെ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമ്പർ പറയാം. ഉദാഹരണത്തിന് നമുക്ക് 21 പറയേണ്ടത്. 21 പറയണമെന്നുണ്ടെങ്കിൽ അറബിയിൽ നമ്മൾ 21 എന്ന് പറയുമ്പോൾ ശരിക്കും ആദ്യം നമ്മൾ പറയുമ്പോൾ 10ൻ്റെ സ്ഥാനത്തിൽ, അതായത് 20 ആദ്യം പറയാം. അതിനുശേഷമാണ് 1 പറയാം അല്ലേ? 21. പക്ഷെ അറബിയിൽ നേരെ തിരിച്ചാണ്. ആദ്യം 1ൻ്റെ സ്ഥാനത്തുള്ളത് പറയും. അതായത് 21 എന്ന് പറയുമ്പോൾ ആദ്യം 1 പറഞ്ഞിട്ടാണ് പിന്നെ 20ലേക്ക് കടക്കുക. ഓക്കെ. ഉദാഹരണം പറഞ്ഞാൽ 21 എന്താ പറയുക? ആദ്യം 1ൻ്റെ സ്ഥാനത്തുള്ള പറയും. അതായത് 1 തന്നെയാണ് 1ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ വാഹിദ് വഇശ്രീൻ എന്നാ പറയുക. വാഹിദ് വഇശ്രീൻ. അപ്പോൾ 22 1ൻ്റെ സ്ഥാനത്തുള്ളത് 2 ഇവിടെ. അപ്പോൾ 22 എന്ത് പറയും? ഇസ്നൈൻ വഇശ്രീൻ. ഇസ്നൈൻ വഇശ്രീൻ. ഓക്കെ. അപ്പോൾ ഒരു ഇടക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വാഹിദ് ഇശ്രീൻ എന്ന് പറഞ്ഞാൽ 21. ഇസ്നൈൻ വഇശ്രീൻ എന്ന് പറഞ്ഞാൽ 22. ഓക്കെ. അപ്പോൾ 23 സലാസ വഇശ്രീൻ. ഓക്കെ. 23 എന്ന് എഴുതുമ്പോഴും ആദ്യം പറയുന്നത് എന്താണ്? ഒറ്റയുടെ സ്ഥാനത്തുള്ള. ഓക്കെ. 1ൻ്റെ സ്ഥാനത്തുള്ള അക്കമാണ് ആദ്യം പറയാതിന് ശേഷമാണ് 10ൻ്റെ സ്ഥാനത്തേക്ക് വരിക. അപ്പോൾ സലാസ വഇശ്രീൻ എന്ന് പറഞ്ഞാൽ 23. ശരി. എഴുതുന്നത് നമ്മൾ സാധാരണ 23 എന്ന് പറയുന്ന പോലെ തന്നെയാണ് അറബിയിലും എഴുതുക. പക്ഷേ പറയുമ്പോൾ നേരെ തിരിയും എന്ന് മാത്രം. ഇനി 24 എന്താ പറയുക? അർബ വഇശ്രീൻ. ഓക്കെ. ഇനി അതേപോലെ നിങ്ങൾ 29 വരെ പറഞ്ഞു നോക്ക്.
ശരി, ഓക്കെ. ഇനി പ്രാക്ടീസിന് വേണ്ടി ഞാൻ ചോദിക്കാം, 39 എങ്ങനെയാണ് പറയാം? 39. അപ്പോൾ 1ൻ്റെ സ്ഥാനത്തുള്ളത് 9 മറ്റേത് 30. അപ്പോൾ 9-ന് എന്താ പറയുക? തിസ്അ. ഓക്കെ, 30-ന് എന്താ പറയുക? സലാസീൻ. ഒരു വാ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. തിസ്അ വ സലാസീൻ. എന്തായി? 39. ശരി, 56. 56. അപ്പോൾ ആദ്യം 6 ആദ്യം പറയേണ്ടത്. ഓക്കെ, 6-ന് എന്താ പറയുക? സിത്ത. 50-ന് എന്താ പറയുക? ഹംസീൻ. സിത്ത വ ഹംസീൻ. ശരി, ഇനി 99 എങ്ങനെയാണ് പറയുക? 9-ന് എന്താ പറയുക? തിസ്അ. 90-ന് എന്താ പറയുക? തിസ്ഈൻ. അപ്പം എന്ത് പറയും? തിസ്അ വ തിസ്ഈൻ എന്ന് പറഞ്ഞാൽ എന്തായി? 99. 93-നോ? 3-ന് എന്താണ്? സലാസ. 90-ന് തിസ്ഈൻ. അപ്പം എന്തായി? സലാസ വ തിസ്ഈൻ. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. 77. 7-ന് എന്താണ് പറയുക? സബഅ. 70-ന് എന്താ പറയുക? സബഈൻ. അപ്പോൾ സബഅ വ സബഈൻ. സബഅ വ സബഈൻ എന്ന് പറഞ്ഞാൽ എന്തായി? 77. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഇതേ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുഴുവൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ 0 മുതൽ 100 വരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചല്ലോ. ശരി, ഇനി നമുക്ക് അടുത്തത് എന്താണ്? 100 മുതൽ, അതായത് 101 മുതൽ മേലോട്ടാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ, അതും വളരെ സിമ്പിളാണ്, അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൂടുതൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. കാരണം ഇപ്പോൾ ചൂട് സഹിക്കണില്ല, ചൂട് കൂടുതലാണ്, ഞാൻ വേർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 101 മുതൽ അതിൻ്റെ മേലോട്ടുള്ള അക്കങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. മഅസ്സലാമ.